സംരക്ഷിക്കുകയും പരിപാലിക്കുകയും പൂർണ്ണതയിലേക്ക് വഴി നടത്തുകയും ലോകാരംഭത്തിൽ തുടങ്ങി വെച്ച വില പൂർത്തീകരിപ്പാൻ കൃപായുഗം നീട്ടിത്തരികയും ചെയ്യുന്ന നല്ലവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, വിജയകരമായ നോമ്പിൻ്റെ ഒരു വാരം തീരുന്നു. രണ്ടാം വാരത്തിലേക്ക് നാളെ പ്രവേശിക്കുന്നു. ഈ ഒരു വാരത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനയോടെ നമ്മൾ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുർബാന സഭാ ജീവിതത്തിലെ കുറവുകൾക്ക് പരിഹാരം വരുവാൻ ദൈവസ്നേഹം നമ്മൾ ജാഗരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം 5 ദിവസം വിശുദ്ധ കുർബാന ഇല്ലാതെ, വിശുദ്ധ കുർബാന നമ്മൾ അയോഗ്യമായി ഒരുക്കമില്ലാതെ നടത്തിയതിൻ്റെ ഫലമായി നമുക്കുണ്ടായ ക്ഷീണം, രോഗം, ശാപം, മരണം മുതലായവയെ അതിജീവിക്കുവാൻ സ്വർഗ്ഗകോടതിയിൽ നമ്മൾ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ കർത്താവ് ശത്രുവിനെ പാതവിടമാക്കാൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിച്ചപ്പോൾ നമ്മളും പ്രതികളായി അവിടെ പോയി നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ 40 കുമ്പടിയിൽ, നമ്മുടെ യാമപ്രാർത്ഥനകളിലെ കുമ്പടിയിൽ ഞങ്ങളുടെ വഴിയും വിചാരം ഞങ്ങൾ ഉപേക്ഷിച്ചു ഒന്നിലേക്ക് വന്നിരിക്കുന്നു. ക്രിയയിലായി ചൊല്ലിയത്, കരുണയും കൃപയും യാചിച്ചത്, പ്രാർത്ഥനകൾക്ക് പോലെ മറുപടി നൽകിയെന്ന സന്തോഷ വാർത്തകളെ അറിയിക്കട്ടെ. നമ്മുടെ 1-ാം വാരത്തിൽ പരീക്ഷയ്ക്ക് 5 ദിവസത്തെ പരീക്ഷയിൽ ജയിച്ച എല്ലാവർക്കും വേണ്ടി സ്തോത്ര കുർബാനയും നടത്തുകയാണ്. ഈ കുർബാന സമാധാനവും വലിയ സ്തോത്രവുമാണ് എന്ന് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട്. ഇന്നത്തെ കുർബാന സ്തോത്രമാണെങ്കിൽ ഒരു സ്തോത്രം നമുക്ക് പറഞ്ഞുകൂടെ? സ്തോത്രം. നിസ്തുതിയും ഹല്ലേലൂയ നിർത്തരുതെന്ന് പറയുമ്പോൾ ഹല്ലേലൂയയും കൂടെ പറയരുതോ? ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ നിർത്തിയതിനൊരു ക്ഷമ ചോദിക്കരുതോ? ക്ഷമിക്കണമെന്നും പറയാം. അപ്പം അങ്ങനെ ശ്വാസം വലിക്കുന്ന പോലെ സ്തുതിയും സ്തോത്രവും നടത്തി നമ്മൾ ആത്മാവിൽ വളർന്ന് പൂർണ്ണതയിൽ എത്താൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ചിലപ്പോൾ ശ്വാസം മുട്ടൽ വരും, ആസ്മാരോഗം വരുമ്പോൾ പിന്നെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കയറ്റി ഓക്സിജൻ കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരാഴ്ചക്കാലത്തെ പോരാട്ടത്തിനും പരീക്ഷകൾക്കും ശേഷം ഉണ്ടായ ക്ഷീണവും തളർച്ചയും മാറ്റാൻ വേണ്ടി ഇടക്കാല ആശ്വാസം വച്ചിരിക്കുകയാണെന്ന്. അതിനുശേഷം നാളെ 2-ാം വാരത്തിലെ പരീക്ഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള ശക്തി ലഭിക്കാൻ നാളത്തെ വിശുദ്ധ കുർബാന. ഇങ്ങനെ 2 കുർബാന കഴിഞ്ഞ് വീണ്ടും 5 ദിവസം കുർബാന ഇല്ലാതെ വീണ്ടും നമ്മൾ നമ്മുടെ കേസുകൾ എടുപ്പിക്കാൻ സ്വർഗ്ഗകോടതിയിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. കാരണം ജയിച്ചവനായ യേശുവിൻ്റെ കൂടെ നമുക്ക് ജയിച്ച് സിംഹാസനത്തിലിരിക്കാൻ വിളിച്ചിരിക്കുന്ന പിതാവിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തോൽവികളെയെല്ലാം വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കാൻ തീരുമാനിച്ചുകൊണ്ട് നിരാശപ്പെടാതെ ക്രിയലായുസ്വനും ഹല്ലേലൂയയും ആരാധനയും സ്തോത്രമെല്ലാം നടത്തി നമ്മുടെ വളർച്ച അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ സങ്കേത ഭവനത്തിൻ്റെയും നമ്മുടെ സഭയുടെയും നമ്മുടെ രാഷ്ട്രത്തലവന്മാരുടെയും എല്ലാം ആവശ്യങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് 7 പേരിവിടെ കൂടിയിരുന്നു. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ഒരു ചെറിയ സമൂഹമായി മാറിയിരുന്ന് നടത്തുവാൻ വിളിയുണ്ടായിരുന്ന കുറേ പേര് വന്നിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ ഉച്ച കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥന വളർത്തിയെടുക്കുന്ന ഒരു പരിപാടി അനേക നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി തുടങ്ങി കിട്ടിയിട്ടുണ്ട്. അത് രഹസ്യമായി നമ്മുടെ ഭവനങ്ങളിലും പരസ്യമായി നമ്മുടെ ആരാധന വേളകളിലും നമ്മൾ തുടരാൻ ബാധ്യസ്ഥരാണെന്ന് വാര്യം ഓർപ്പിക്കുന്നു. വിശുദ്ധ കുർബാന തന്നെ ഒരു സമ്പൂർണ്ണ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ എല്ലാ ഘടകങ്ങളും ഒത്തുചേരുന്ന ഒരു സമൂഹമായ പരസ്യമായ മധ്യസ്ഥ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ പരസ്യമായ വിശുദ്ധ കുർബാന വിജയിക്കണമെങ്കിൽ രഹസ്യമായ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആ രഹസ്യമായി മുഴുവനപ്പെടാൻ കഴിയുന്ന 2-3 പേർ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ച് കിട്ടുന്ന നേട്ടങ്ങളുണ്ട്. ഒറ്റയ്ക്ക് കർത്താവ് മലയിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ രഹസ്യമായ ഏകാന്ത പ്രാർത്ഥന, 2-3 പേർ എന്നുള്ളതായ രഹസ്യമായ കൂട്ടായ്മ, മധ്യസ്ഥ പ്രാർത്ഥന, ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ഒന്നിന് പകരമല്ല. ഇതെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളെ പൂർണ്ണമാകും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ നോമ്പിൻ്റെ 1-ാം വാരത്തിലെ പരീക്ഷ കഴിഞ്ഞുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. ഈ വിശുദ്ധ കുർബാന നമുക്ക് സാക്ഷാൽ ഭക്ഷണവും സാക്ഷാൽ പാനീയമായി തീർന്ന് നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ വീര്യവും ജയവും ശക്തിയും നൽകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്ന കുറ്റബോധങ്ങൾ പാപോധന പ്രാർത്ഥനയിൽ കാണിക്കാൻ ഇപ്പോൾ പാപോധന പ്രാർത്ഥന നടത്തുകയാണ് ആഗ്രഹിക്കുന്നവർ മുമ്പോട്ട് വരാം. 10-ാം അധ്യായം 24 മുതൽ 39 വരെ.
ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെയാകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബേൽസബൂലെന്ന് വിളിച്ചെങ്കിൽ വീട്ടുകാരെ എത്രയധികം. അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട. മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ക്രൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറഞ്ഞത് വെളിച്ചത്തെ പറയുവീൻ, ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുറമുകളിൽ ഘോഷിപ്പീൻ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. കാശിന് 2 കുരിൽ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുവിലകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പാനത്രേ ഞാൻ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഒരു സ്വല്പസമയം ഇരിക്കാം. നമ്മുടെ വിജയകരമായ 50 നോയമ്പിൻ്റെ 1-ാം വാരം സമാപിക്കുന്നു. ഈ 1-ാം വാരത്തിലെ 5 ദിവസത്തെ നമ്മുടെ പരീക്ഷ എങ്ങനെയിരുന്നു? ഈ പരീക്ഷ നമ്മളെ കൊള്ളാവുന്നവരാക്കിയോ? പരീക്ഷ സഹിച്ചോ? പരീക്ഷയാണെന്ന് തിരിച്ചറിഞ്ഞോ? പരീക്ഷയിലൂടെ ജയിച്ച് നമ്മുടെ പ്രാണൻ ജയിച്ചവനായ യേശുവിന് മാറിലെത്തിയോ? ഇതാണ് നമ്മളെ പരിശോധിക്കാനുള്ള മാനദണ്ഡം. നമ്മൾ ജയിച്ചോ തോറ്റോ എന്നുള്ളത് അറിയുന്നത് അങ്ങനെയാണ്. പരീക്ഷയ്ക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡ പ്രകാരം നമ്മൾ പരീക്ഷയിൽ പെരുമാറിയാലേ വിജയം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഈ ഒരാഴ്ച കാലത്തെ പരീക്ഷയിൽ നമ്മുടെ ലോകത്തേക്കാൾ വിലയുള്ള ജീവൻ, നമ്മുടെ ദേഹി, നമ്മുടെ പ്രാണൻ, പ്രാണപ്രിയനായ യേശുവിൻ്റെ മാറിലെത്തിയോ? കുരിശെടുത്ത് പോകുന്ന പാതയിലൂടെ നമ്മൾ കളയുന്ന പ്രാണനെ അവിടെ എത്തുമോ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുവിന് വേണ്ടി കളയുന്ന പ്രാണനാണ് ഉയർത്തെഴുന്നേറ്റ് ഈ പുത്രന്റെ മാറിലെത്തുന്നെന്നാണ് പറഞ്ഞത്. എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വയാശ്രയത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാണനെ പാതാളത്തിലെത്തിക്കുമെന്ന് 49-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ച കാലത്തെ നമ്മുടെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കുമ്പിടിയിലൂടെയും പാതാളത്തിൽ പോയ പ്രാണനെ കർത്താവിനുള്ളിലേക്ക് കയറ്റുവാൻ സാധിച്ചോ? ഇടയാക്കിയോ? ഈ ഒരാഴ്ച കാലത്തെ പ്രാണൻ പോകാതെ കുരിശെടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ സഞ്ചരിച്ചിട്ട് അത് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനുള്ളിൽ എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ സാധിക്കും. ആ സ്തുതി നമുക്ക് ശക്തിയായി ബലമായി തീരും. നമ്മുടെ സ്നേഹബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ പരീക്ഷയ്ക്ക്. ഈ പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകത, എല്ലാവർക്കും പ്രത്യേകം ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും പ്രത്യേകം ചോദ്യക്കടലാസാണ്. അതുകൊണ്ടൊരു കുഴപ്പമുണ്ട്, കോപ്പി അടിച്ചാൽ ജയിക്കുകയില്ല. കാര്യം ചോദ്യം വെവ്വേറെയാണ്.
അതുകൊണ്ട് ആരും കോപ്പി അടിക്കാൻ ഇരിക്കണ്ട, ആരെയും ഒരു മനുഷ്യരെ അനുകരിക്കാൻ നോക്കണ്ട, കർത്താവിനെ മാത്രം അനുകരിച്ചാൽ മതി. പലരും നോക്കുന്നതിൻ്റെ കാര്യം ചിലർ കോപ്പി അടിച്ച് കളയും, ഒരു ഗുണവുമില്ല, ചോദ്യം വേറെയായിരിക്കും. അതുകൊണ്ട് ആരും കോപ്പി അടിക്കാതിരിക്കാനും കോപ്പി അടിക്കാതെ ഒരു ഗുണമില്ലെന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും പ്രത്യേകം ചോദ്യമാണ്. അതുകൊണ്ട് പരീക്ഷ സഹിച്ച് നമ്മൾ ഏതിലാണ് തോറ്റിരിക്കുന്നത്, നമുക്ക് ഏതിലാണ് ബലഹീനത പിശാചിന് നല്ലവണ്ണം അറിയാം. അത് വെച്ചുകൊണ്ട് പിശാച് പറയും എനിക്ക് അവനെ ഒന്ന് പരീക്ഷിക്കണമെന്നോ. അപ്പോൾ കർത്താവ് നോക്കും എവിടാ ഏറ്റവും ബലഹീനമായ വശം, ആ ബലഹീനമായ വശത്തോടെ അവന് കയറി നമ്മളെ പാതാളത്തിലൂടെ കൊണ്ടുപോകാൻ അവൻ്റെ പരിപാടി. അപ്പം ധ്യാനത്തിന് പോയോ, വേദോത്സവം വായിച്ചോ, ഉപവാസം എടുക്കുന്നുണ്ടോ, ഓർമ്മശക്തി ഉണ്ടോ, എന്നാൽ പോയി പരീക്ഷിച്ചോ, ജയിക്കുമെന്ന് കർത്താവിന് ഉറപ്പുണ്ടെങ്കിൽ കർത്താവ് നമ്മളുടെ അടുത്തേക്ക് പരീക്ഷയ്ക്ക് ആളിനെ വിടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ വന്നാൽ പരീക്ഷയാണ് തിരിച്ചറിയുക. ഞാൻ ഇത്രയും നാളും പഠിച്ച വചനങ്ങൾ മുഴുവനും പ്രയോഗിച്ച് ഞാൻ തോറ്റ രംഗങ്ങളിലൊക്കെ എനിക്ക് വിജയം വേണം, ജയിച്ചവനായ യേശുവിനോട് എനിക്ക് പോയിരിക്കണം. അങ്ങനെ ജയിച്ചവൻ്റെ മാറിലിരിക്കുന്നതിന് ശേഷം കൂടെ വെളിയിലിരിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഓരോ ദിവസത്തെയും പ്രാണൻ ജയിച്ചവനായ യേശുവിൻ്റെ ഉള്ളിലെത്തിയിട്ട് മണവാട്ടിയായി വലതുവശത്തെ നിർത്തുകയും ഇരിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു കല്യാണ ദിവസം വരുന്നു. അപ്പോൾ ഇത്രയും ദിവസത്തെ നമ്മുടെ പരീക്ഷയിൽ നമ്മൾ വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും ലഭിക്കത്തക്ക തരത്തിൽ നമ്മൾ പെരുമാറിയോ എന്നുള്ളതാണ്. അതാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനൊക്കുന്ന 3 കൂട്ടം സാധനം. ഏതാണ്? വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. ഇത് 3 മാത്രമേ നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ, സ്വർഗത്തിലെ വീട് പണിക്ക് ഉപയോഗിക്കാനൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ വിശ്വാസത്തോടുകൂടിയാണോ എല്ലാ കാര്യങ്ങളും ചെയ്തത്? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എല്ലാം പാപമാണെന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരാഴ്ച കാലത്തെ നമ്മളെ പരീക്ഷയ്ക്ക് ഇത് പരീക്ഷയാണെന്ന് തിരിച്ചറിയാതെ പോയെങ്കിൽ അതിന് ക്ഷമ ചോദിക്കണം. പരീക്ഷയ്ക്ക് കർത്താവ് പിശാചിനെ കൊണ്ട് ചോദിപ്പിച്ച ചോദ്യങ്ങൾ, പിശാചാണ് പരീക്ഷ നടത്തുന്നത്. പിശാച് നമ്മുടെ അജ്ഞതയെയും ബലഹീനതയെയും അത്യാഗ്രഹങ്ങളെയും മുൻവിധികളെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പരീക്ഷിക്കുന്നത്. ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെയും ബലഹീനത നമുക്ക് എന്തുമാത്രം ഉണ്ടെന്നാണ് നോക്കുന്നത്. സിലബസ് ഒന്ന് തന്നെയാണ്, പക്ഷെ ചോദ്യം വിവിധമായിരിക്കും. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിൽ പെട്ടതാണ് എല്ലാ ചോദ്യങ്ങളും. പക്ഷെ ഓരോരുത്തർക്കും അത് ഓരോ വിധത്തിലാണ് ഇരിക്കുന്നത്. ഓരോരുത്തരുടെയും ജഡമോഹം ഓരോ വിധത്തിലാണ്, പല വ്യത്യാസങ്ങളാണ്. കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ഇത് വ്യത്യസ്തമാണ്. നമുക്കെല്ലാം പ്രത്യേക മുഖം, ഒരു പ്രത്യേകമാണ്, പ്രത്യേക പല്ല്, ഇതെല്ലാം ഉള്ള പോലെ തന്നെ ഈ ആത്മീയ മണ്ഡലത്തിൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്, ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത. സഭയാകുന്ന ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം മാറേണ്ടവരുമാണ്. അപ്പോൾ നമ്മൾ അതുല്യരാണോ? അപ്പോൾ അതുല്യരായതുകൊണ്ട് ചോദ്യം അതുല്യമായിരിക്കും, വേറെ ആർക്കുള്ള ചോദ്യമല്ല നമുക്ക്. അതുകൊണ്ട് കർത്താവിൻ്റെ മുഖത്ത് നോക്കിയാലേ നമ്മുടെ പരീക്ഷ നമുക്ക് ജയിക്കാൻ. അതുകൊണ്ട് ഇടപെടാതെ അവൻ്റെ മുഖം അന്വേഷിക്കാം. അതെവിടെ എഴുതിയിരിക്കുന്നത്? 105-ാം സംഗീതത്തിൽ. അവൻ്റെ ബലവും അവൻ്റെ ശക്തിയും അവൻ്റെ പ്രകാശവും കൊണ്ട് നമുക്ക് ജയിക്കാനൊക്കെ ഉള്ളൂ. അവന് മാത്രമേ അറിയാവൂ നമുക്ക് എങ്ങനെയാണ് ജയിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കോണം. 105-ാം യഹോവയെ അവൻ്റെ ബലത്തെയും തിരയുകയും, അങ്ങനെ യഹോവയെ അവൻ്റെ ബലത്തെയും അവൻ്റെ മുഖം ഇടപെടാതെ അന്വേഷിക്കാമെങ്കിൽ മുഖത്ത് നിന്ന് മുഖത്തേക്ക് സന്ദേശങ്ങൾ പോകും. ജയിച്ചവനായ യേശുവിനെ നമ്മളെ ജയിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവ് കണ്ണുകൊണ്ട് കാണിക്കുന്നത് ഇന്നപോലെ അങ്ങ് വരെ പ്രതികരിച്ചോളാൻ, അപ്പോൾ ജയിക്കാൻ സാധിക്കും. കർത്താവ് ഗ്രേസ് മാർക്ക് തന്നാൽ നമ്മളെ ജയിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ജയിച്ചാലേ കർത്താവ് നമുക്ക് അവനോട് ഇരിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് നമ്മളെ ജയിപ്പിക്കണമെന്ന് വളരെ ആഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ബലഹീനത അറിയാവുന്ന കർത്താവ് ആ ബലഹീനതയിൽ ബലം തരാൻ വേണ്ടിയ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നിട്ട് പിശാചിൻ്റെ പരീക്ഷ നമ്മളെ കൊള്ളാവുന്നവരാക്കാൻ വേണ്ടി പരീക്ഷിക്കുന്ന ആ പിശാച് പറയുന്ന കാര്യം സ്വന്തമായി നമ്മൾ മറുപടി പറയാതെ കർത്താവെ ഞാൻ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്ന് കർത്താവിനോട് ചോദിക്കാമെങ്കിൽ കർത്താവ് പിതാവിൽ നിന്ന് പുത്രൻ വഴി പരിശുദ്ധാത്മാവ് വഴി നമ്മളിലേക്ക് വരുന്ന ആലോചനകളുണ്ട്. ആ ആലോചനകളാണ് നമുക്ക് ജയം നൽകുന്നത്. സ്വന്തം ആലോചന പ്രകാരം പോയാൽ താഴോട്ട് പോകും, കർത്താവിൻ്റെ ആലോചന പ്രകാരം പോയാൽ മുകളിലോട്ടും പോകും. യേശുവിനെ കൂടാതെ നമ്മൾ ചെയ്തതെല്ലാം പരാജയമാവും. യേശുവിനോടുകൂടെ യേശുവിന് വേണ്ടി ചെയ്യുന്നതും വിജയമാകുകയും ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലും തോറ്റെങ്കിലും നിരാശപ്പെടേണ്ട. അടുത്ത ആഴ്ചത്തെ പരീക്ഷയിൽ നമുക്ക് ജയിക്കാൻ കർത്താവ് വീണ്ടും പുതിയ ചോദ്യങ്ങളുമായിട്ട് വരും. എന്താ? അതുകൊണ്ട് വീട്ടുകാർ തന്നെ ശത്രുക്കളാകും. അതാണ് ഏറ്റവും വലിയ പരീക്ഷ. ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും സഹപ്രവർത്തകരെയും വേലക്കാരികളെയും എല്ലാം എതിർപ്പിക്കും. നമ്മളെങ്ങനെ പ്രതികരിക്കുമെന്ന് കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ് ശത്രുതയുടെ മധ്യത്തിലാണ് ജയിച്ചിരിക്കുന്നത്.
ഏറ്റവും അധികം ശത്രുക്കളുള്ളത് സ്വർഗത്തിലെ പിതാവിനാണ്. എത്ര എണ്ണമെന്ന് അറിയാവോ? 31 കോടിയുണ്ട് ശത്രുക്കൾ. മാലാഖമാർ ശത്രുക്കളായി. അവരുടെ ലീഡർ ആരാ? ചെറുത് മറിക്കുന്ന കെരൂബ്. എന്നുമാത്രം സങ്കടം അപ്പച്ചന് കാണും. അപ്പൊ ഏറ്റവും അധികം ശത്രുതയുള്ളത് സ്വർഗത്തിലെ പിതാവിനാണ്. അവരെ കത്തിക്കാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷെ കത്തിച്ചിട്ടുമില്ല. അവരെ കത്തിക്കുന്നതിന് ശരിക്കും മുതലെടുത്തിട്ടേ കത്തിക്കുകയുള്ളൂ. നമ്മളെയും ശരിക്ക് പരീക്ഷിച്ചിട്ട് അവരെ കത്തിക്കുകയുള്ളൂ. കർത്താവിന് കടന്ന ബുദ്ധി കണ്ടോ? പരീക്ഷയുടെ സകല ചെലവുകളും അവൻ വഹിച്ചോളൂ. പരീക്ഷയുടെ സകല ബന്ധപ്പാടും നടത്തിക്കണം. ടീച്ചേഴ്സിന് അറിയരുത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനും ഇവരെ പരീക്ഷയ്ക്ക് ഇരുത്താനും അത് വാല്യൂ ചെയ്യാനും എന്തുമാത്രം ബന്ധപ്പാടാണെന്നറിയാം. പിശാച് ഇതെല്ലാം ചെയ്തോളൂന്ന്. അതാ അപ്പോൾ നമ്മള് ഈ പിശാചിനെ ഇട്ടിരിക്കുന്നതിന് അവൻ കത്തിക്കുന്നതിന് മുമ്പേ അവൻ പരീക്ഷിച്ചോളും നമ്മളെ. എന്തിനാ? അവൻ പരീക്ഷിക്കുന്നത് തോൽപ്പിക്കാനാണ്, കർത്താവ് അനുവദിക്കുന്നത് ജയിപ്പിക്കാനുമാണ്. അവന് നമ്മളെ തോൽപ്പിച്ചാലുള്ള ഗുണം തന്നെ അവനോട് കത്താൻ നമ്മളെയും കൂടെ കിട്ടും. ഒരു സാഡിസ്റ്റിക് പ്ലഷർ എന്ന് പറയും. തോറ്റവരോട് വലിയ മറ്റുള്ള തോൽപ്പിക്കണമെന്നാണ്. അപ്പോൾ തോറ്റവർക്ക് കത്തുന്നതിന് മുമ്പ് നമ്മളെയും കൂടെ തോൽപ്പിച്ച് കത്തിച്ചാൽ കൊള്ളാം, ഒന്നിച്ച് കത്താമെന്ന് വിചാരിച്ചാണ് അവർ നമ്മളെ പുറകെ നടക്കുന്നത്. എനിക്ക് ഒന്നിച്ച് സന്തോഷിക്കണം, ജീവിക്കണം, നിത്യതയിൽ നിത്യജീവൻ വേണം, ജയിച്ചവനാ യേശുവിനോട് ചേരണം എനിക്ക്. അതുകൊണ്ട് യേശു പോയ വഴിയെ ഞാൻ പോകും, ഞാനും കുരിശെടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ശത്രുതകളുടെ മധ്യത്തിൽ ഉത്തമരായി നമ്മൾ ശോഭിക്കണം. ഭാര്യയുടെ മുമ്പിൽ ഭർത്താവും, ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയും ഉത്തമരാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് അവർ തമ്മിൽ പിണക്കം വരുന്നത്. കലാപം. ഉത്തമരാണെന്ന് തെളിയിച്ചോ? ഉടനെ ഈ കാര്യം ഓർമ്മ. കർത്താവേ, പരീക്ഷ വന്നിരിക്കുന്നു, പരീക്ഷയുടെ അടുത്ത് വന്നിരിക്കുന്നു, ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ രണ്ടുപേരെയും ഉത്തമരാക്കണം, ഞങ്ങൾക്ക് നിന്നോട് ഒന്നാകണം എന്ന് പറഞ്ഞ് രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് ജയിക്കാം, ഒരാൾക്കെങ്കിലും ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തോറ്റവരാരും നിരാശപ്പെടേണ്ട. കൃപായുഗം നീട്ടിത്തന്നിരിക്കുക. ഒരാഴ്ചത്തെ പരീക്ഷയിൽ ജയിച്ചവർക്ക് സ്തോത്രം പറയാം, തോറ്റവർക്ക് ക്ഷമ ചോദിക്കാം. കർത്താവ് ഇനി ഒരവസരം കൂടെ തരണം എന്ന് പറഞ്ഞ് വീണ്ടും പരീക്ഷയ്ക്ക് പണം കെട്ടിവെക്കുക. ഈ ശനി ഞായർ ദിവസങ്ങളെ ആരാധനയ്ക്ക് നമ്മുടെ മഹത്വ ശക്തിയും സ്വർഗത്തിലെ കൗണ്ടറിലേക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ജയിക്കുന്നിടം വരെ നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദീർഘക്ഷമയ്ക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കുരിശുകൾ നമ്മൾ തിരിച്ചറിഞ്ഞോ, ഇന്നലത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞോ, അങ്ങനെ കുരിശെടുത്ത് ശത്രുതകളുടെ മധ്യത്തിൽ ഉത്തമരായ ശോഭിപ്പാൻ ദൈവം പലരെയും ശത്രുക്കളാക്കിയിട്ട് യേശുവിനോടുള്ള ബന്ധം പുതുക്കി കഴിഞ്ഞിട്ട് വേണ്ടിയവരെ എല്ലാം കർത്താവിന് മിത്രങ്ങളാക്കി തരും. തെറിച്ചു പോയവരെ എല്ലാം കർത്താവ് തിരികെ തരുമെന്ന്. എല്ലാ ആകാശത്തിലും ഭൂമിയും തനിക്കുള്ളവരെ മുഴുവൻ ഒന്നാക്കി തീർക്കും. പക്ഷെ ഒന്നാക്കുന്നതിന് മുമ്പ് ചതറിക്കും. ചതറിച്ചതിന് ശേഷം ഒന്നാക്കുകയുള്ളൂ. ചതറിച്ചതിന് ശേഷം ഒന്നായതിൻ്റെ രസം അറിയാനൊക്കെ ഉള്ളൂ. പാറയാണേലും തടിയാണേലും ചെതറി തകർന്നതിന് ശേഷം വീണ്ടും പണി സ്ഥലത്ത് കൂടി കഴിയുമ്പോൾ വീടുതാശയുടെ എന്തൊരു സന്തോഷമാണെന്നറിയാം. ഈ പാറയ്ക്കും ഈ തടിക്കുമൊക്കെ അതിന് പുതിയ പേര്, അതിന് പുതിയ സംരക്ഷണം, പുതിയ സന്തോഷം. എല്ലാവരും അതിനെ കണ്ട് ആനന്ദിക്കുന്നു. ഇതുപോലെ കർത്താവിൻ്റെ കല്യാണ ദിവസം എല്ലാവരും കണ്ട് നമ്മളെ ആനന്ദിച്ച് സന്തോഷിക്കുന്ന നല്ല പൊരുത്തം, നല്ല മണവാളിനോട് ചേരുന്ന നല്ല മണവാട്ടി എന്ന് പറഞ്ഞ് സന്തോഷിച്ച് നിത്യതയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അതിനുവേണ്ടി കർത്താവ് അനുവദിച്ചിരിക്കുന്ന എല്ലാ ശത്രുതകൾക്കും, എല്ലാ എതിർപ്പുകൾക്കും, എല്ലാ തകർച്ചകൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അത് വിജയത്തിലേക്കുള്ള കാൽവെപ്പുകളാക്കി തീർക്കാൻ നമുക്ക് ഒരിക്കൽ കൂടെ പാവോദന പ്രാർത്ഥന നടത്തി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, വിജയകരമായ 50 നോയമ്പിൻ്റെ 1-ാം വാരം കഴിയുന്ന സമയം, 2-ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുന്നതായ സമയം, നമ്മൾ ഈ ഒരാഴ്ചക്കാലം വായിച്ചു കേട്ടതായ തിരുവചനങ്ങൾ നമ്മൾ എങ്ങനെയാണ് തോറ്റതെന്നും എങ്ങനെയാണ് ജയിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും ആദാം ഹവ്വ മുതലുള്ള നമ്മുടെ ആദ്യ മാതാക്കളുടെ കാലം മുതലുള്ള ചരിത്രം നമ്മൾ തിരിഞ്ഞു നോക്കുകയായിരുന്നു. ചരിത്രത്തിലെ പരാജയങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വിജയങ്ങൾ ആവർത്തിക്കുവാനും നമുക്ക് സാധിക്കുവാൻ സഭാചരിത്രവും വേദപുസ്തക ചരിത്രവും എല്ലാം നമുക്ക് സഹായകരമായതുകൊണ്ട് അതിന് പറ്റിയ വിധത്തിലാണ് പിതാക്കന്മാർ വേദവായനക്കുറിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ വേദഭാഗത്തിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എല്ലാം പല വേദഭാഗങ്ങളും വായിക്കാനുണ്ടായിരുന്നു. നമ്മളുടെ ഈ ഒരാഴ്ചക്കാലത്തെ നോയമ്പ് വിജയിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പഴയ നിയമകാലത്ത് ആദാമും ഹവ്വയും തോറ്റത് എങ്ങനെയാണ്? ആദാമിന്റെ കൊച്ചുമോനായി ഒടുക്കത്തെ ആദായം വന്ന യേശു എങ്ങനെയാണ് ജയിച്ചത്? ഹവ്വ എങ്ങനെയാണ് തോറ്റത്? മാതാവ് എങ്ങനെയാണ് ജയിച്ചത്? ഇങ്ങനെ താരതമ്യ പഠനത്തിലൂടെ അവരിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. ഹവ്വ വല്യമ്മച്ചോട് ചോദിച്ചാൽ എങ്ങനെയാണ് തോറ്റതെന്ന് നമ്മളെ പഠിപ്പിക്കും. തോക്കാതിരിക്കണം എന്നാ ചെയ്യണമെന്ന് മാതാവ് നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ ഈ വേദഭാഗ പശ്ചാത്തലത്തിൽ നമ്മൾ തോറ്റത് എങ്ങനെയാണ്, ആ തോൽവിയെ നമുക്ക് എങ്ങനെ വിജയമാക്കാൻ സാധിക്കും,
തോറ്റിട്ട് ജയിച്ചവരാണ് എല്ലാവരും തന്നെ. യേശു മാത്രമേ തോക്കാതെ ഈ പരീക്ഷാക്കളത്തിൽ ഈ പരീക്ഷയിൽ പ്രവേശിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തോറ്റിട്ട് ജയിച്ചവരാണ്. ഇതുവരെ ജയിക്കാത്തവരുമുണ്ട്. നമ്മൾ തോറ്റവരാണ് എന്ന് സമ്മതിക്കാമെങ്കിൽ കർത്താവ് നമ്മളെ ജയിപ്പിക്കും. എങ്ങനെയാണ്? ജയിച്ചവരെ കൊണ്ട് നമ്മൾ ട്യൂഷൻ എടുപ്പിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ ഈ നോമ്പിൻ്റെ സമാപന സമയം, ഒന്നാമത്തെ ആഴ്ചയുടെ സമാപനത്തിൽ 2 ട്യൂഷൻ മാസ്റ്റർമാരെ സഭ നമുക്ക് പരിചയപ്പെടുത്തണം. മാർ അപ്രേമും അപ്രേമിൻ്റെ ഗുരുവായിരിക്കുന്ന ഇവർ രണ്ടുപേരും തോറ്റിട്ട് ജയിച്ചവരാണ്. അതുകൊണ്ട് ആ വിശുദ്ധന്മാരെ നമുക്ക് ട്യൂഷൻ തരാൻ വേണ്ടി ഈ ഇടക്കാല ആശ്വാസം തരുന്ന ദിവസം ഇന്ന് പിതാക്കന്മാർ ക്ഷണിച്ചു വരുത്തിയിരിക്കുക. അവർ വന്നിട്ടുണ്ട്, വിസിറ്റിംഗ് പ്രൊഫസേഴ്സായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തോറ്റ വിഷയങ്ങളൊക്കെ ജയിപ്പിക്കാൻ അവർ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ഈ അപ്രേമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മണ്ടനായിരുന്നു. അപ്രേം എങ്ങനെ ബുദ്ധിമാനായത്? അപ്രേമിനെ മണ്ടനായിരുന്നതുകൊണ്ട് ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ കളിയാക്കിയത് കൊണ്ട് അവരോട് വിരോധം തോന്നാതെ തൻ്റെ ബലഹീനതകളെ ഓർത്ത് കരയാൻ വേണ്ടി, ദൈവത്തോട് നിലവിളിക്കാൻ വേണ്ടി താൻ വീട്ടിൽ നിന്ന് അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി ഒരു മരുഭൂമി പോലെയുള്ള സ്ഥലത്ത് മുട്ടുകുത്തി കരയാൻ തുടങ്ങിയെന്നാണ് പറയും. അങ്ങനെ മുട്ടുകുത്തിയിട്ട് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുതിരിഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരുന്നു. തൻ്റെ ബുദ്ധിശൂന്യതകളുടെയും പരാജയങ്ങളുടെയും കാര്യം ഓർത്ത്, തൻ്റെ ബലഹീനതകൾ ഓർത്ത് താൻ കരയാൻ തുടങ്ങി. ആ കണ്ണുനീരിലൂടെ കണ്ണുനീര് താഴോട്ട് വീണുകൊണ്ടേയിരുന്നു. ആ കരച്ചിൽ കുറേ ദിവസങ്ങൾ അങ്ങ് നീണ്ടു. എത്ര ദിവസം നീണ്ടു എന്നുള്ള കാര്യം അനേക നാളുകൾക്ക് ശേഷമാണ് തിരിച്ചറിയാൻ സാധിച്ചത്. അനേക നാളത്തെ കണ്ണുനീരിന് ശേഷം താൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ 2 കണ്ണിൻ്റെ മുമ്പിൽ 2 ചെടികൾ വളർന്നു നിൽക്കുന്നതായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഈ കണ്ണിലെ വെള്ളം വീണ് ഈ പൊടിക്കകത്ത് കിടന്ന 2 ചെടികൾ അതിന് കാറ്റൊന്നും കാണിന്ന് വന്നൊന്നും അവിടെ കിടന്നതാണ്. അത് ഈ പൊടിക്കകത്തുണ്ടായിരുന്നു. ആ പൊടി ഈ കണ്ണുനീരങ്ങോട്ട് വീണ് അത് കിളുത്ത് വന്നു കഴിഞ്ഞാൽ പൊങ്ങി വരികയാണ്. അപ്പം എത്ര ദിവസം കരഞ്ഞു കാണും? ഒരു ചെറിയ വിത്ത് കിളിർത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ചെടിയാകണമെങ്കിൽ എത്ര നാള് കരയേണ്ടി വരും അല്ലേ? എത്ര നാള് കരഞ്ഞു കാണും? അപ്പൊ അങ്ങനെ അനേക നാള് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആ കണ്ണുനീര് കൊണ്ട് ഒരു ചെടി വളർന്നു വരത്തക്ക തരത്തിൽ ആ സ്ഥലത്തെ തന്നെ കുളിർപ്പിച്ചു, ആ സ്ഥലത്തെ നനച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് താൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്വർഗത്തിലെ ഉയരത്തിലെ ജ്ഞാനം ലഭിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ ആ അപ്രയും ഉയരത്തിലെ ജ്ഞാനം ലഭിച്ചപ്പോൾ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകം ശരിക്കിരുന്ന് വായിച്ച് പഠിച്ച് പരിജ്ഞാനം പ്രാപിച്ചിട്ട് അത് അനേകരെ പഠിപ്പിക്കാൻ വേണ്ടി പാട്ടുകളായിട്ട് എഴുതി, ആരാധനക്രമങ്ങളാക്കി പുസ്തകങ്ങൾ എഴുതി, അങ്ങനെ വലിയ പണ്ഡിതനായി തീർന്നു, വലിയ പരിശുദ്ധനായി തീർന്നു. അങ്ങനെ മാർ അപ്രേമിൻ്റെ ഗീതങ്ങളാണ് നമ്മൾ ആരാധനക്രമത്തിലെല്ലാം ഉപയോഗിച്ചുകൊണ്ട്. അതിനകത്തെല്ലാം വേദസത്യങ്ങളുണ്ട്. താൻ ധ്യാനിച്ച് അയവിറക്കി തൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ് എഴുതി വെച്ചിരുന്ന വേദസത്യങ്ങൾ മറന്നു പോകാതെ പാട്ടുകളായി സഭാമക്കളെ എല്ലാ സഭയിലുള്ളവരും ആദരിക്കുന്ന ഒരു പരിശുദ്ധനാണ് അപ്രേം. അപ്രേമിനെ പരിശീലിപ്പിച്ച തൻ്റെ ഒരു ഗുരുവുമുണ്ട്. ആ ഗുരുവും പരിശുദ്ധനായി, ശിഷ്യരും പരിശുദ്ധരായി. നമുക്കും ഗുരുശിഷ്യ ബന്ധത്തിൽ വിശുദ്ധരാകാൻ വേണ്ടി ഇതാ സഭ നമുക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആദ്യ മാതാവായ ഹൗവ എങ്ങനെയാണ് തോറ്റത്? ആ ആദ്യ മാതാവായ ഹൗവയ്ക്ക് സ്വർഗത്തിലെ പിതാവ് വചനം കൊടുത്തിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ വേദഭാവം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആ ഏദൻ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ ഇഷ്ടം പോലെ കഴിക്കാം, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കരുതെന്ന് പറയും. ആ വചനത്തിൻ്റെ അർത്ഥം ആ ഹൗവയ്ക്ക് മനസ്സിലായില്ല. നമുക്കും വേദോത്സവത്തിലെ പല കാര്യങ്ങളും ഇതുവരെയും മനസ്സിലായിട്ടില്ല. എത്ര പ്രസംഗം കേട്ടാലും എത്ര ധ്യാനിച്ചാലും എത്ര ധ്യാനിപ്പിച്ചാലും മനസ്സിലാകാത്ത ഒരു വശം എപ്പോഴും കാണും. നമ്മൾ പൂർണ്ണതയിൽ മാത്രം പ്രായപൂർത്തിയാകുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒത്തിരി കാര്യമുണ്ട്. എന്നാൽ നമ്മൾ ജനിക്കുന്ന അന്ന് മുതൽ മനസ്സിലാകുന്ന ചില വേദവാക്യങ്ങളും കാണും. അത് പിടിച്ചാൽ മതി. അങ്ങനെ ഓരോ ദിവസത്തേക്ക് നമുക്ക് ദഹിക്കുന്നതും മനസ്സിലാകുന്നതുമായ ചില വചനങ്ങൾ നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച്, പ്രായത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് തന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാകാത്തത് മനസ്സിലായവരോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള പാഠമാണ് ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. പരിശുദ്ധ മാതാവ് തനിക്ക് കിട്ടിയ സമയം മുഴുവൻ വചനം പഠിക്കാൻ ഉപയോഗിച്ചു. പരിശുദ്ധ കന്യാമറിയാം 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ദേവാലയത്തിൽ താമസിച്ചു. പഴയ നിയമം മുഴുവൻ പഠിച്ചു. ആ ദേവാലയത്തിൽ വായിച്ചുകൊണ്ടിരുന്ന, പഠിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്ത് ടേപ്പ് റെക്കോർഡ് ടേപ്പ് ചെയ്യുന്നത് പോലെ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. പരിശുദ്ധ കന്യാമറിയാമിന് കിട്ടിയ ഒരു വലിയ വരമാണ് വചനം സംഗ്രഹിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിവ്. അതുകൊണ്ടാണ് മാതാവിനെ
അനുസരിക്കുവാനും കീഴടങ്ങുവാനും സാധിച്ചത്. അനുസരണത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും ആ പാതയിലാണ് നമ്മൾ വളരുന്നത്. എപ്പോൾ അനുസരണക്കേട് വരുന്നോ, എപ്പോൾ അഹങ്കാരം വരുന്നോ, എപ്പോൾ ധിക്കാരം വരുന്നോ, അപ്പോൾ നമ്മൾ സ്വയത്തിൽ പാതാളത്തിലേക്ക് നമ്മുടെ പ്രാണനെ കളയുകയാണ്. ഹവ്വയ്ക്ക് എപ്പോഴാണ് അപകടം സംഭവിച്ചത്? ഈ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. അത് ആദാമിനോട് ചോദിക്കാമായിരുന്നു, ചോദിച്ചില്ല. ആദാമിനോടും ഹവ്വയോടും പിതാവ് അത് വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. രണ്ടുപേരും അത് ചോദിച്ചില്ല. അത് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടന്നു. അത് പരിഭവവും പരാതിയും കൊതിക്കുറവുമായി മാറി. സ്വന്തം വിവേകത്തിൽ ഊന്നിയിട്ട് ഈ നടക്ക് നിൽക്കുന്ന വൃക്ഷം കണ്ടാൽ കൊള്ളാവുന്നതാണ്, തിന്നാൽ വളരെ മനോഹരമാണ്, അത് വളരെ രുചിയുള്ളതായിരിക്കും, ഇത് പിതാവ് തരാത്തിന് കാരണങ്ങൾ എന്താണെന്ന് ആലോചിക്കുവാനും സ്വന്തം ബുദ്ധിയിൽ നികൃഷ്ട ബുദ്ധിയായി മുൻവിധിയോടെ വിദ്യാബോധത്തോടെ പല കാര്യങ്ങൾ ഈ ഹവ്വ ചിന്തിക്കാനിടയിൽ ഒത്തിരി ദിവസം കൊണ്ടാണ് ഈ ഹൃദയം അങ്ങനെ ദൈവത്തിനെതിരായി തീർന്നത്. അങ്ങനെ ഓരോ സ്വയമായ ചില നിഗമനത്തിൽ അങ്ങനെ എത്തിച്ചേരുക. ഈ കണ്ടാൽ കൊള്ളാവുന്ന നല്ല വൃക്ഷം എന്തിനെ സൃഷ്ടിച്ചു? കൊള്ളരുതാത്ത കഴിക്കരുതാത്താണ് എന്തുകൊണ്ട് സൃഷ്ടിക്കാതിരുന്ന പോരായിരുന്നു. അപ്പോൾ ഇത് കൊള്ളാവുന്ന കാര്യം വേറെ വല്ലവരും കൊടുക്കാനാണോ? ഞങ്ങളെക്കാൾ സ്നേഹമുള്ള വേറെ വല്ലവരും വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അപ്പോൾ ഞങ്ങൾ രണ്ടാം കടയാണോ? ഒന്നാമത് വേറെ വല്ലവരും ഉണ്ടോ? ഒത്തിരി സംശയങ്ങൾ ഉണ്ടായി. അതെല്ലാം പരിഭവം പരാതിയായിട്ടങ്ങ് മാറ്റുക. നമുക്കും വരുന്ന പരീക്ഷകൾ, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ ചൊല്ലി നമ്മൾ വ്യാകുലപ്പെട്ട്, നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് ഒരു തീരുമാനം എടുക്കാൻ പാടില്ല, ഒരു വിധി കൽപ്പിക്കാൻ പാടില്ല. എനിക്കിത് മനസ്സിലാകുന്നെന്ന് ഇല്ലെന്ന് പറയാം, എനിക്കിതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടെന്ന് പറയാം, ഇത് എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെങ്കിലും കാര്യം കാണും, എനിക്കിത് മനസ്സിലാകാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ക്ഷമയോടെ കാത്തിരിക്കാമെങ്കിൽ അതിനെ വളരുന്നതനുസരിച്ച് അതിന് മറുപടികൾ കിട്ടിക്കൊണ്ടായിരിക്കും. ആദ്യ മാതാവിന് സംഭവിച്ചത് തനിക്കുണ്ടായിരുന്ന ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെയും പരീക്ഷയിലാകാൻ പറ്റും. ആ വിലക്കപ്പെട്ട പഴം കഴിക്കരുതെന്ന് പറഞ്ഞതിനകത്ത് അത് കഴിക്കണമെന്ന് തോന്നിയ കാര്യത്തിൽ പിശാച് പറഞ്ഞു കൊടുത്ത് നീ ദൈവത്തെ പോലെയാകും ഇത് കഴിച്ചാൽ, ദൈവം തന്നെ നിങ്ങളെ കളിപ്പിക്കാനാണ് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞത്. ചാവുകയൊന്നുമില്ല, അത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ദൈവം പറഞ്ഞതിനെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് കോട്ടി മാട്ടിക്കളഞ്ഞ് പിശാചിൽ വിശ്വാസവും ദൈവത്തിൽ അവിശ്വാസവും വരുത്തി വെച്ചു. അങ്ങനെ ആർത്തിയോടെ അത് കഴിച്ചപ്പോൾ പിശാച് പറഞ്ഞ അർത്ഥസത്യങ്ങൾ ചിലത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്തായിരുന്നു അർത്ഥസത്യം? തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞ ശരീരത്തിന്റെ കാര്യമല്ല, ദേഹിയുടെ കാര്യമായിരുന്നു. ആത്മാവിന്റെ കാര്യമല്ല, ദേഹിയുടെ കാര്യം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, അതാണ് പ്രാണൻ എന്നിവിടെ പറയുന്നത്. അപ്പൊ പാപം ചെയ്യുന്ന, ദൈവത്തെ അനുസരിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രാണനെ നമ്മളിൽ നിന്ന് വേർപെടുത്തുകയും അത് പിശാചിന് കിട്ടുകയും അവൻ അതുകൊണ്ട് പാതാളത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അവൻ നമ്മളെ ഭരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹവ്വയ്ക്ക് പിശാചിന്റെ കൗശലത്തിൽ പരാജയം സംഭവിച്ചു. തനിക്കുണ്ടായിരുന്ന സംശയങ്ങൾ ഭർത്താവിനോട് ചോദിക്കാമായിരുന്നു, ഭർത്താവിനോടൊത്ത് കർത്താവിനോട് ചോദിക്കാമായിരുന്നു, എന്നൊരു തീരുമാനം എടുക്കാമായിരുന്നു. നമ്മൾ കർത്താവിനോടും ഭർത്താവിനോടും ചോദിക്കാതെ പല കാര്യങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അതെല്ലാം തെറ്റായിപ്പോയി, അതെല്ലാം തോൽവികളാണ്. അതുകൊണ്ട് നമുക്ക് സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ട് ഒന്നും തീരുമാനിക്കാൻ അനുവാദമില്ല. സ്വർഗത്തിലെ പിതാവിന്റെ തലയെ നമ്മൾ ആദരിക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നമുക്ക് പല തലകളുണ്ടെന്നുള്ള കാര്യം തോറ്റിട്ട് ജയിച്ച അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയെ പഠിപ്പിച്ചു. കൊരിന്ത്യ സഭക്കാരൻ തോറ്റവരാണ്. എന്നിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ എടുത്ത് പറഞ്ഞു കൊടുത്ത കാര്യമാണ്, നിങ്ങളുടെ മുകളിൽ പല തലകളുണ്ട്. നമുക്കൊരു തലയുള്ളെന്ന് നമ്മുടെ എല്ലാവരുടെയും വിചാരം, പക്ഷെ പല തലകളുണ്ടെന്നുള്ളതാണ് സത്യം. മുകളിലത്തെ തലകളെ ശരിക്കും പ്രയോജനപ്പെടുത്തിയാലേ നമുക്ക് ജയിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തോറ്റിട്ട് ജയിച്ച ശേഷം കൊരിന്ത്യ സഭക്കാരോട് പറയുകയാണ്, 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കണം, ക്രിസ്തുവിനെ അനുഗമിക്കണം, അതുപോലെ എന്നെ അനുഗമിക്കണം, എന്നെ അനുകരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൗലോസിന്റെ സ്വന്തം ബുദ്ധിയും സ്വന്തം യുക്തിയും എല്ലാം താഴെ വെച്ചിട്ട് തന്റെ ആദ്യത്തെ കണ്ണു പൊട്ടി പുതിയ കണ്ണ് കിട്ടി. ആ പൗലോസ് 100% യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുകയും അനുകരിക്കുകയും അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ സത്യക്രിസ്ത്യാനിയായി. അതുപോലെ കൊരിന്ത്യ സഭക്കാരെ അനുകരിച്ചോളാൻ പറഞ്ഞു, അനുഗമിച്ചോളാൻ പറഞ്ഞു. പറഞ്ഞു കൊടുത്ത കാര്യം ഇതാ, സ്വർഗത്തിലെ പിതാവിന്റെ സുപ്രീം ഹെഡിനെ നമ്മൾ ആദരിക്കണം. ആ സ്വർഗത്തിലെ പിതാവിന്റെ ഹെഡിന് മാത്രമേ, തലയ്ക്ക് മാത്രമേ എല്ലാ കാര്യം മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യം മനസ്സിലാക്കേണ്ട കാര്യമില്ല.
പറയുന്ന കാര്യം കേട്ടാൽ മതി, മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പുറത്തോട്ട് നമ്മൾ ചാടി കളിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം പുത്രനായ ദൈവനമ്പുരാനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പുത്രൻ പിതാവിനോട് സമനാണെങ്കിലും പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൽ രണ്ടാമത്തെ ആളത്വമായ പുത്രൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിലെ അവതരിച്ച് മനുഷ്യരായി കഴിഞ്ഞപ്പോൾ പിതാവിന് കീഴടങ്ങിയിരിക്കുക. എനിക്കെല്ലാം അറിയണ്ട, പിതാവ് അറിയിക്കുന്നത് മതി. ഈ പുത്രനെ അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ഇപ്പോഴും. ഏതെന്നറിയാമോ? ഈ കല്യാണം എന്നാണ് എവിടെ വെച്ചാണെന്ന് അറിയാൻ പാടില്ല. വല്ല വീട്ടിലെയും പിള്ളേർ സമ്മതിക്കുന്ന കാര്യമാണ്. ആദ്യം പറയും എന്നാ കല്യാണം, എവിടെ വെച്ചാൽ കല്യാണം, എന്തൊക്കെയാ പരിപാടി, അപ്പനോടും അമ്മയോടും ചോദിക്കും. അറിഞ്ഞില്ല കിഴിച്ച് ചോദിക്കും. അറിയിക്കാൻ പറഞ്ഞാൽ മതി. അതിനുമുമ്പ് ചെയ്യേണ്ട കാര്യം അതാണ് കീഴടങ്ങലിന്റെ അനുസരണത്തിന്റെ മനോഭാവം. അറിയിച്ച കാര്യം അറിയേണ്ട കാര്യം അറിഞ്ഞാൽ മതി. ഇപ്പൊ അറിയേണ്ടാത്ത കാര്യം അറിയണ്ടെന്ന് നോക്കുന്ന ആ മനോഭാവം നോക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ അറിയാൻ എന്തിനുമാത്രം ജിജ്ഞാസയാണ് നമുക്ക്. നമ്മൾ പള്ളിയിൽ വന്നാലും ആരെങ്കിലും രണ്ടുപേരൊന്നും വിശ്വസിക്കുന്ന കണ്ടാൽ എന്നാ വിചാരിക്കും? എനിക്കെതിരായിട്ട് കണ്ട് പറയുക, എല്ലാവരും പറയുക, വിശ്വസിക്കുക, അതൊന്നും അറിയണമെന്ന് ചെയ്യിപ്പിച്ചോണ്ടായിരിക്കും നടക്കുന്നത്. ഇതറിയേണ്ട കാര്യമുണ്ട്. അവർ രഹസ്യമായിട്ട് പറയുന്നതിന്റെ കാര്യം എന്നാ? അത് വേറെ ആരും അറിയണ്ട, അവർ മാത്രം അറിയാം. അവർ പറഞ്ഞോട്ടുന്നേ, അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? എന്തിനാ അതിനകത്ത് തലയിടാൻ പോകുന്നു? മനസ്സിലായ കാര്യങ്ങൾ. ഇതുപോലെ നമ്മൾ അറിയേണ്ടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അറിയേണ്ട ഒത്തിരി കാര്യമുണ്ട്. അറിയരുതാത്ത കാര്യം അറിയാൻ പോകുന്നതുകൊണ്ട് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കാതെ പോകുന്നു. നമ്മൾ അറിയേണ്ടത് യേശുവിനെ മാത്രമാണ്. യേശുവിനെ അല്ലാതെ എനിക്കൊന്നും അറിയേണ്ടെന്ന് ആര് പറഞ്ഞു? പൗലോസ്ലീഹ പറഞ്ഞു. പൗലോസ്ലീഹ അന്നത്തെ വലിയ പണ്ഡിതനാണ്. ഗമാലിയലിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയ ഡിഗ്രി ഉള്ള ആളാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഗുണവും ഉണ്ടായില്ല. യേശുവിനെ ഉപദ്രവിക്കാൻ മാത്രമേ അത് ഉപയോഗിക്കുള്ളെങ്കിൽ എനിക്ക് അറിഞ്ഞതെല്ലാം തൂത്തു കളഞ്ഞിരിക്കുന്നു പറയും. എനിക്ക് കുരിശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ ഒന്നും അറിയണ്ട, അവനല്ലാതെ എനിക്കൊരു പ്രശംസയില്ല. അങ്ങനെ നമുക്ക് ജയിക്കാനൊക്കുള്ളൂ. അപ്പൊ പൗലോസ് തോറ്റതെങ്ങനെയാ? ഹവ്വ തോറ്റതെങ്ങനെയാ? ദൈവം അറിയിക്കാത്ത കാര്യം അറിയണം, ദൈവം തരാത്ത കാര്യം വേണം. അത് ശുണ്ഠിയായി, അത് നിർബന്ധമായി, കിട്ടിയേ അടങ്ങുന്നതായി. അതെല്ലാം പിശാചിന്റെ സ്വഭാവങ്ങളാണ്. അപ്പൊ നമ്മൾ തോറ്റ വിഷയം തോറ്റതെങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ ഗർഭം മുതൽ ഇങ്ങനെ അറിയരുതാത്തതുപോലെ നമ്മൾ അറിഞ്ഞുപോയി. ബാല്യ കൗമാരങ്ങളിൽ ഇങ്ങനെ അറിയണ്ടാത്ത പല കാര്യങ്ങൾ അറിഞ്ഞുപോയി. അറിയാൻ ഇപ്പൊ നല്ല സൗകര്യമാണ്. മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒളിച്ച് ഫോട്ടോ എടുക്കാൻ ഇപ്പൊ സൗകര്യമില്ലേ? മൊബൈൽ ഫോണിലുള്ള പിള്ളേർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഫോട്ടോ എടുക്കാമെന്നറിയാവും. ഞാൻ തെളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? അവരിതെല്ലാം അറിയരുതാത്ത കാര്യങ്ങൾ അറിഞ്ഞ്, കാണണ്ടാത്ത കാര്യം കണ്ട് അത് ഫോട്ടോ എടുത്ത് ഓരോരുത്തർ അയച്ചു കൊടുക്കുക, രസിക്കുക. അതിലുണ്ട് പോകുന്ന തന്നെ കുടുംബം തകരുക, ഭാവി പോകുക, ജീവിതം പോകുക. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം അറിയിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഓരോ പ്രായത്തിൽ അറിയേണ്ട കാര്യങ്ങളുണ്ട്, അറിയരുതാത്ത കാര്യമുണ്ട്, അറിയാൻ പാടില്ലാത്ത കാര്യമുണ്ട്. ഈ അറിവുകളാണ് നമ്മളെ ദോഷപ്പെടുത്തിയിരിക്കുന്നത്, നമ്മളെ ചതിച്ചിരിക്കുന്നത്. പലതറിഞ്ഞുപോയി എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നും അറിയേണ്ടെന്ന് മുഴുവൻ തൂത്തുകളാനൊക്കെ. അങ്ങനെ ദൈവസന്നിധിയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നിട്ട് സ്വർഗത്തിലെ പിതാവേ, നീ എനിക്ക് തരുന്നത് മാത്രം എനിക്ക് മതി, നീ അറിയിക്കുന്നത് മാത്രം എനിക്ക് എന്നെ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് എല്ലാം തൂത്തു കളഞ്ഞേച്ച് അപ്പച്ചന്റെ കൂടെ മറഞ്ഞൊളിഞ്ഞിരിക്കാൻ സാധിക്കുന്നവർക്ക് ഈ പരാജയങ്ങളെ വിജയമാക്കാൻ സാധിക്കുള്ളൂ. കർത്താവിന്റെ മാതൃക. കർത്താവ് 30 കൊല്ലം തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ ധൈര്യം തേനും കൊണ്ട് ഉപജീവിച്ച് തന്റെ മാതാപിതാക്കൾ കീഴടങ്ങി താമസിച്ചു. 12ാമത്തെ വയസ്സിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും ആ യോസേപ്പിനും മറിയാമിനും കീഴടങ്ങി വീട്ടിലേക്ക് പോയി അവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. അവിടെ അവർ പറഞ്ഞ ജോലിയൊക്കെ ചെയ്തു, അവരുടെ കൂടെ ഒന്നിച്ച് വേല ചെയ്തു. അങ്ങനെ 30 വയസ്സ് വരെ അടങ്ങി ഒതുങ്ങി കീഴടങ്ങി കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ യേശുവിനെ എല്ലാവരും കീഴടക്കാൻ, നമുക്ക് എല്ലാവരും കീഴടക്കാൻ വലിയ കൊതിയാ. കീഴടങ്ങിയില്ലേ അമർഷവുമാ. പക്ഷെ ഈ കർത്താവ് എല്ലാവരും കീഴടക്കിയത് എങ്ങനെ? താനെ കീഴടങ്ങി കാണിച്ചു. സകലത്തിനും കീഴടങ്ങുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യം അറിയണം. അതുകൊണ്ട് സമയത്തിന് മുമ്പ് ആരെയും കീഴടക്കണ്ട, ആരെയും തോപ്പിക്കണ്ട, തോക്കാനും പഠിക്കണം. മണ്ടം കളിക്കാൻ പഠിച്ചാലും എടുക്കാനാകാൻ അതറിയാവോ? യേശുവിനെ പോലെ മണ്ടം കളിച്ച ആരെങ്കിലും ഉണ്ടോന്നത്? യേശു എങ്ങനെയാ മണ്ടം കളിച്ചെന്നറിയാവോ? യേശു പിതാവിന്റെ ഇഷ്ടം മാത്രമേ ചെയ്യുള്ളൂ, പിതാവ് പറയുന്നത് ചെയ്യുള്ളൂ. മണ്ടം കളിച്ചിട്ട് മറ്റുള്ളവരെ നേടിയ ഒരാളാണ് യേശു. എപ്പോഴാ? എമ്മോസിലേക്ക് നടന്നു പോയ യേശു, ഉയർത്തെഴുന്നേറ്റ് യേശു, എല്ലാം അറിയാവുന്നയാള്, പറക്കാൻ കഴിവുള്ളയാള്, മണ്ടനെ പോലെ കൂടെ നടക്കുക, ഈ മണ്ടന്മാർ പറയുന്നതെല്ലാം കേൾക്കുക, അതെ ഒന്നും അറിയാൻ പറ്റാത്ത മണ്ടനെ പോലെ ചോദിക്കുക, ഇത് എന്നാ നിങ്ങൾ അറിയുന്നത്, എന്നാ മുഖം പാടിയിരിക്കുന്നത്. ഇങ്ങനെ 7 നാഴിക ഇവരുടെ മണ്ടത്തരെല്ലാം കേട്ടുകൊണ്ട് മണ്ടം കളിച്ച് കൂടെ നടക്കുകയാണ്. അങ്ങനെയാണ് ഇവരെ നേടിയത്. അപ്പോൾ മറ്റുള്ളവരെ നേടണമെങ്കിൽ മണ്ടം കളിക്കാനും
ഒന്നും അറിയാൻ പാടില്ലാത്ത ഭാവം നടിക്കേണ്ടി വരും. നമ്മളിങ്ങനെ മണ്ടം കളിക്കുമ്പോൾ ഇയാൾക്ക് ഒരു ചുക്കും അറിയാൻ വരുന്നു പറഞ്ഞുകൊണ്ട് പല തെറ്റിദ്ധരിച്ചൊക്കെ ഇരിക്കും. പക്ഷെ നേടാനും വളരാനും ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ യേശുവിനെ എമ്മോസിലേക്ക് നടന്നു പോയ ശിഷ്യന്മാരെ നേടാൻ കഴിഞ്ഞത് മണ്ടം കളിക്കാൻ സാധിച്ചുകൊണ്ടാണ്. താൻ മിടുക്കനാണെന്നും ഞാനും അറിഞ്ഞിരിക്കുന്ന ആളാണെന്ന് പൗലോസിനെ കണ്ടെത്തി. പൗലോസ് ലേഖനത്തിലുണ്ട്, സകല ജ്ഞാനവും അവന്റെ ഉള്ളിൽ ഗുപ്തമായിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരാളാണെന്ന് പൗലോസിന് വെളിപ്പാട് കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. അവൻ ഭോഷനാണ്, മണ്ടനാണെന്നാണ് ഈ പൗലോസും ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് നസറേത്തുകാരിൽ അവിടുന്ന് വല്ല തന്നെ വരുമോ എന്ന് നഥാനിയേൽ പറഞ്ഞ പോലെ, അല്ലെ അന്നുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞില്ലേ നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ, അതുപോലെ വിചാരിച്ച ഒരാളാണ് ആര്, പൗലോസും. അപ്പോൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ മുൻവിധികളും നമ്മുടെ വിദ്യാബോധങ്ങളൊക്കെ നമ്മളെ വഞ്ചിക്കാം. എന്നാൽ സത്യം ഗ്രഹിക്കുന്നത് വരെ കാത്തിരിക്കുവാനും ദൈവം അറിയിക്കുന്നത് മാത്രം അറിഞ്ഞാൽ മതി എന്നറിയാനും ദൈവത്തിന്റെ കീഴടങ്ങിയിരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ജയിക്കാനുള്ളൂ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മറിയാമിന്റെയും ഹൗവയുടെയും ജീവിതത്തിൽ നമ്മൾ പഠിച്ച പാഠം എന്നാണ്. മറിയാം പറഞ്ഞ് എനിക്ക് ദൈവം അറിയിക്കുന്ന അറിഞ്ഞാൽ മതി, ദൈവേഷ്ടം മാത്രം നടന്നാൽ മതി. കല്യാണം ഉറച്ചിരുന്നാൽ പോലും അതുപോലും മാറ്റിവെക്കാനുള്ള ധൈര്യവും ധീരതയും മാതാവിന് ലഭിച്ചു. മനുഷ്യജാതിയുടെ രക്ഷയ്ക്ക് ഒരു കന്യക ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ആയിക്കോട്ടെ, കല്യാണം അങ്ങോട്ട് മാറട്ടെ, ദൈവം തരുന്നത് എനിക്ക് മതി, തരുമ്പോൾ മതി എന്ന് പറഞ്ഞ് അങ്ങനത്തെ കീഴടങ്ങുന്നവർക്ക് മാത്രമേ ജയിക്കും. അപ്പം നമ്മൾ തോറ്റത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ തന്നിഷ്ടത്തോടെ അസമയത്ത് അസ്ഥാനത്ത് അറിഞ്ഞതും അറിയിച്ചതും കയറിയെടുത്തതും പറഞ്ഞതും ഇതെല്ലാം പരാജയമാണ്. ഇന്നു മുതൽ നമുക്ക് പരാജയപ്പെട്ടതിൽ ജയിക്കാൻ വേണ്ടി നമ്മുടെ സ്വർഗത്തിലെ പിതാവിൻ്റെ തലയിലേക്ക് എല്ലാം ഇടുക. സ്വർഗത്തിലെ പിതാവ് പുത്രനെ നമുക്ക് തലയായിട്ട് തന്നിട്ടുണ്ട്. അതുകൂടാതെ കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഭർത്താക്കന്മാരെ തലയായിട്ട് തന്നിട്ടുണ്ട്. കല്യാണം കഴിക്കാത്ത കന്യകമാർക്ക് അപ്പന്മാരെ തലയായിട്ട് തന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം കീഴടങ്ങിയിരുന്നാലേ നമുക്ക് അവസാനം കർത്താവിനോട് ചേരുന്ന ഉടലാകാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് എത്ര തലയാപ്പം? സ്വന്തം തല, ഭർത്താവിൻ്റെ തല, അല്ലെ പിതാവിൻ്റെ തല, പുത്രന്റെ യേശുക്രിസ്തുവിന്റെ തല, സ്വർഗത്തിലെ പിതാവിന്റെ തല. ഈ തലകളുമായിട്ടെല്ലാം ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് അവർ പറയുന്നതനുസരിച്ച് തീരുമാനം എടുത്താൽ മതി, പേടിക്കണ്ട. നമ്മൾ സ്വയമായിട്ട് ഏത് തീരുമാനം എടുത്താലും അത് അപകടമായിരിക്കും, അത് വീഴ്ചയായിരിക്കും, അത് പരാജയമായിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ അനുവാദമില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. സാധിച്ചാൽ അതൊന്നുമല്ല, അത് പറഞ്ഞിരിക്കണം. സാധിക്കും, സാധിച്ചാൽ അതെന്തായിരിക്കും? അത് ഒന്നുമല്ലാത്ത സീറോ ആയിട്ടങ്ങ് മാറും. എന്തെങ്കിലും ആകണമെങ്കിൽ തലയോട് ചോദിച്ച് പറയുന്നത് സർവീസ് ബുക്കിൽ കാണുള്ളൂ, അതിന് മാത്രമേ ശമ്പളമുള്ളൂ. സർവീസ് ബുക്കിലില്ലാത്ത കാര്യത്തിന് ശമ്പളം കിട്ടും. പറയാത്ത ജോലി ചെയ്താൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, മാതാവും കർത്താവും ജയിച്ച വിഷയത്തിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവരിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഹവ്വായും ആദാവും തോറ്റ വിഷയത്തിൽ നമുക്ക് ജയിക്കണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാതാവിൻ്റെയും കർത്താവിൻ്റെയും ജയിച്ച വിശുദ്ധന്മാരുടെയും അവിടെ എല്ലാം അകമ്പടിയോടുകൂടി നമ്മൾ വിജയത്തിന്റെ പാതയിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്നുള്ള ദൈവത്തിന് സ്തോത്രം പാടാൻ വേണ്ടി ദൈവപ്രാർത്ഥന തുടരുകയാണ്. പ്രകാരം നമ്മുടെ നോയമ്പിന്റെ 1-ാം വാരത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ശേഷിക്കുന്ന ആഴ്ചകളിലെ നമ്മുടെ നോയമ്പിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഗ്രഹകരമാകാനും കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ടതായ വചനത്തിന്റെ ചുരുക്കം എന്താണ്? നമ്മുടെ സ്വന്തം തലയിലോ ബുദ്ധിയിലോ ആശ്രയിക്കാൻ നമുക്ക് അനുവാദമില്ല. അത് നമ്മളെ ചതിക്കുന്നതാണ്, വഞ്ചിക്കുന്നതാണ്. അതുകൊണ്ടാണ് സദൃശവാക്യം 3-ാം അധ്യായത്തിൽ നിങ്ങൾക്കാര്യത്തിന് ജ്ഞാനിയെന്ന് തോന്നരുത്, സ്വന്തം വിവേകത്തിൽ തോന്നരുത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് മുകളിലുള്ള തലകളുമായിട്ട് ആലോചിച്ച് തീരുമാനമെടുത്താൽ നമ്മുടെ തീരുമാനം നല്ല തീരുമാനമായിരിക്കും. അത് നമ്മുടെ പ്രാണനെ കുരിശിന്റെ പാതയിൽ സഞ്ചരിച്ച് ഉയർപ്പിന്റെ പാതയിൽ സ്വർഗാരോഹണം ചെയ്യിച്ച് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രന്റെ മാറിലെത്തിക്കും. നമ്മുടെ ലാക്ക് അതാണ്, നമുക്ക് അവിടെ എത്തണം. കല്യാണത്തിന് മുമ്പ് പ്രാണൻ മുഴുവൻ അവിടെ എത്തണം, അതാണ് ലാക്ക്. എങ്കിലേ കല്യാണത്തിൽ സമ്മതിക്കാനുള്ളൂ. ഈ ലാക്കോടുകൂടെ കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും ദിവസത്തെ പ്രാണൻ അവിടെ എത്താതെ ഉണ്ടെങ്കിൽ താഴോട്ട് പോകണം. നമ്മളെ കൊണ്ട് കഴിയില്ല അതിന്. പാതാളത്തിൽ പോകാൻ യേശുവിനെ കഴിവുള്ളൂ. പാതാളത്തിലോട്ട് എടുത്തിയാടാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ വീഴാതെ പോകാനായിട്ട് ആകെ പറ്റുള്ളൂ, മാത്രമേ അറിയുള്ളൂ. കിണറ്റിൽ ചാടാൻ എല്ലാവർക്കും അറിയാം, കിണറ്റിൽ ഇറങ്ങാൻ എല്ലാവർക്കും അറിയാമോ? ഇല്ല. അത് നല്ല പരിചയമുള്ളവർക്ക് മാത്രമേ കിണറ്റിൽ ഇറങ്ങി വീടാൻ ഒരാളെ കൊണ്ടുപോകാൻ. അപ്പം പാപക്കിണറ്റിൽ വീണ മനുഷ്യജാതി രക്ഷിക്കാൻ പാപക്കുഴിയിൽ വീഴാതെ ഇറങ്ങിച്ചെന്ന് വീഴാതെ കയറി വന്ന ആള് യേശു മാത്രമാണ്. യേശുവിൽ കൂടെ മാത്രമേ പ്രാണൻ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പൂർവികരും അറിഞ്ഞോ അറിയാതെയോ കിണറ്റിലേക്ക് എടുത്തി ചാടിയവരാ. ഒരരിശത്തിന് ചാടിയാൽ 10 അരിശം കൊണ്ട് കയറാൻ പോകും, അതും പറ്റുകയില്ല.
അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അരിശം മൂത്തിട്ട് സ്വയത്തിൽ ചെയ്ത് കാട്ടിക്കൂട്ടുന്നതെല്ലാം പാപക്കടലിലേക്ക് എടുത്ത് ചാടുകയാണ്. എടുത്ത് ചാടി അവിടെ കിടന്ന് ചാവുക. ആ ചത്തവരെ ഉയർപ്പിക്കാൻ യേശു ആ പാപക്കുഴിയുടെ അടിവരെയും ഇറങ്ങി വന്ന് നമ്മളെ പൊക്കിയെടുത്ത് വീഴാതെ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ട് കൊടുത്തയാളാണ്. ആ യേശുവിന് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്നാ അവർ നന്ദി പറഞ്ഞാണ്ടേ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, നീ ഇത്ര വലിയ ഉപകാരം ചെയ്തിട്ട് ഞങ്ങൾ ഇതുവരെയും ഒരു നന്ദിയും പറഞ്ഞില്ല. ആ നന്ദിയോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഓർക്കുമ്പോഴെല്ലാം ഇടപെടാതെ ഇവന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. ഇനിയത്തെ പ്രാണനിലും പോകാതെ പോയതിനെ പൊക്കിക്കൊണ്ട് വരും. ഇനിയത്തെ ഇതിലും പോകാതിരിക്കാൻ അവനോട് പറ്റി 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 നിൽക്കാമെങ്കിൽ അവിടെ ചെന്ന് ചേരാം. അങ്ങനെ 2 തരം പ്രാണൻ നമുക്കുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയാവോ? ഹാനോക്കിനെയും ഏലിയായും പോലെ ചാകാതെ നേരിട്ട് പോകുന്ന പ്രാണക്കുട്ടികളുണ്ട്. എല്ലാ ആത്മനിറവിൽ ചെയ്യാമെന്ന് പിന്നെ ചാകേണ്ട കാര്യമില്ല, പോകേണ്ട കാര്യമില്ല, നേരിട്ടങ്ങ് പറക്കാം മുകളിലോട്ട്. യേശുവിൻ്റെ കൂടെ എല്ലാ കാര്യം ചെയ്യുകയാണെങ്കിൽ 100% ആത്മനിറവിൽ എല്ലാ കാര്യം ചെയ്യുകയാണെങ്കിൽ മരിക്കേണ്ട കാര്യമേ ഇല്ല. ഹാനോക്കും ഏലിയാവും പോയ പോലെ പോവാം. ഇനിയും അശ്രദ്ധ കൊണ്ടോ ബലഹീനത കൊണ്ടോ ഒന്ന് പോയാലും പാതാളത്തിലേക്ക് പോയി അനുഭവിച്ച് കരയാമെങ്കിൽ കാത്തിരുന്ന് അവയെ ഉയർപ്പിച്ച് കർത്താവിലേക്ക് വിടാൻ സാധിക്കും. മോശയ്ക്ക് കുഴപ്പം പറ്റി, കയറാനത്തില്ല. പിന്നെ കർത്താവ് ജാമ്യത്തിലാണ്. മോശ കോപം കൊണ്ട് മോശയ്ക്ക് അനാൻ ദേശത്ത് കയറാനത്തില്ല, കമ്പൽസറി റിട്ടയർമെന്റ് വാങ്ങിച്ചു പോയി. അതുകൊണ്ടാണ് മോശ മരുഭൂമലയിൽ വന്ന് പറഞ്ഞത്, ദയവ് ചെയ്ത് നീ ഈ പരിപാടി നിർത്തിഞ്ഞ് പോരരുത്, കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടിയും കൂടെ മരിച്ചിട്ട് എൻ്റെയും കൂടെ പർദീസായിലോട്ട് കയറ്റണമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തതോടുകൂടെയാണ് കർത്താവ് മരുഭൂമലയിൽ നിന്ന് സ്വർഗത്തിലോട്ട് കയറാതെ കാൽവറി മലയിലേക്ക് പോയത്. അപ്പൊ അതുകൊണ്ട് മോശയെ പോലെയും ഏലിയാവിനെ പോലെയും 2 തരം പ്രാണക്കുട്ടികൾ നമുക്ക് കാണും. കോപിച്ച് കളഞ്ഞ് മരിച്ചുപോയ പ്രാണക്കുട്ടികളും കോപിക്കാതെ എല്ലാം സഹിച്ചു വഹിച്ച് സന്തോഷത്തോടെ ഹാനോക്കിനെ പോലെ ഏലിയാവിനെ പോലെ നേരിട്ട് കയറുന്നവരും. ഏതായാലും നമ്മളെല്ലാ കർത്താവിനോട് എല്ലാം ചോദിച്ചും പറഞ്ഞു ചെയ്യാമെങ്കിൽ നമുക്ക് എല്ലാ ദിവസത്തെയും പ്രാണനെ കർത്താവിൻ്റെ മാറിലാക്കിയിട്ട് കിടന്ന് യേശുവിൻ്റെ കൂടെ കിടന്നുറങ്ങാൻ സാധിക്കും. അങ്ങനെ യേശുവിൻ്റെ കൂടെ ഉറങ്ങിയാൽ യേശുവിൻ്റെ കൂടെ നമുക്ക് എഴുന്നേറ്റ് വേല തികച്ച് കർത്താവിൻ്റെ വരങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. ഈ ലാഭത്തോടെ നമ്മുടെ ജീവിതയാത്ര തുടരാം. ഈ മാസത്തെ ഈ വരുന്ന 50 നോയമ്പിൻ്റെ ശേഷിക്കുന്ന പരിപാടികൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ വർഷം ഇവിടെ 40-ാം വെള്ളിയാഴ്ച കുർബാനയില്ല, ആ ശനിയാഴ്ചയില്ല, ഓശാനയ്ക്കില്ല, ഉയർപ്പുമില്ല. അതെന്തിനാ? ബോംബെക്കാർ ക്ഷണിച്ചിരിക്കുക, ബുക്ക് ചെയ്തിരിക്കുക, ബോംബെ പള്ളിക്കാർ. അതെന്തിനാ? നിങ്ങളുടെ ഇടവക പള്ളിയിൽ പോയി അവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. അന്ന് ഇടവക പള്ളിയിലെ ആരാധന ആത്മാവിലും സത്യത്തിലും ആക്കാൻ വേണ്ടി നിങ്ങൾക്കൊരവസരം തരിക. അതുകൊണ്ട് ഈ 40-ാം വെള്ളിയാഴ്ചയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിലെ ശനി ഞായർ ദിവസങ്ങളിൽ ആരാധനയിൽ നിങ്ങൾ ഉയർപ്പ് വരെയുള്ള അനുഗ്രഹം മേടിച്ചോണം. അഡ്വാൻസ് ആയിട്ട് ഈ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവപ്പള്ളി വേല ചെയ്യാനൊരു അവസരം തരികയാണ്. മധ്യസ്ഥ പ്രാർത്ഥന അവിടെ പോയി നടത്തണം. എന്തിനാ? അവിടെ നഷ്ടപ്പെട്ട ഒത്തിരി പ്രാണക്കുട്ടികളില്ലേ, അവർക്ക് വേണ്ടി മധ്യസ്ഥത കാണിച്ച് നിങ്ങൾ ഇവിടുന്ന് കിട്ടിയത് അവിടെ കൊണ്ട് കാണിച്ച് അവിടുത്തെ കുറവ് പരിഹരിച്ച് വീണ്ടും ഇടവകയെ രക്ഷിക്കാൻ വേണ്ടി അവസരം നൽകിയിരിക്കുക എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോയതല്ല, കർത്താവ് പറഞ്ഞിട്ടാകുമെന്ന്. അങ്ങനെയാണ് നിങ്ങൾ പരിഹരിക്കണം. കർത്താവ് പറയുന്നിടത്ത് പോകണ്ടേ. അപ്പോൾ അങ്ങനെ ബോംബെ പട്ടണത്തിൽ താമസിക്കുന്നവർ ഇതൊന്നും കേൾക്കാൻ പഠിക്കാൻ നേരമില്ല. അവർ ധൃതി വെച്ച് ജീവിതയാത്രക്കിടയിൽ ശകല സമയമൊക്കെ പള്ളിയിൽ കിട്ടുമ്പോൾ വന്നിട്ട് പോവുകയാണ്. അപ്പം 3 നോയമ്പിന് അവർക്ക് ആയുസ് ഇതുവരെയും പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാനെത്തു. 3 നോയമ്പെന്ന് പറഞ്ഞാൽ വലിയ നോയമ്പിൻ്റെ പരിശീലന കളരിയാന്ന് പറഞ്ഞു. അത് പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പുള്ള മോഡൽ പരീക്ഷയാന്ന് പറഞ്ഞു. അപ്പം മോഡൽ പരീക്ഷയാന്ന് പറഞ്ഞപ്പോൾ പബ്ലിക് പരീക്ഷയ്ക്കൂടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയും. അതുകൊണ്ട് അവർ ബുക്ക് ചെയ്തതാ. മോഡൽ പരീക്ഷയ്ക്ക് അവർക്ക് പ്രയോജനം ലഭിച്ചപ്പോൾ പബ്ലിക് പരീക്ഷയും കൂടെ വേണമെന്ന് പറഞ്ഞ് ആഗ്രഹം വന്നപ്പോൾ ചെയ്തു കൊടുത്തത്. അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ പലരും പ്രാർത്ഥിച്ചിട്ട് അത് ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ ബോംബെ പഠനം കത്താതിരിക്കണമെങ്കിൽ അവർ രക്ഷപ്പെടണ്ടേ? അവിടെ ആരെങ്കിലും വേണ്ടേ? ഏത് പഠനം? സ്വതം ഗൊമോറ നശിക്കാതിരിക്കണമെങ്കിൽ അവരെ 10 പേരെങ്കിലും ഉണ്ടായ നശിച്ച പോയത് എന്തുകൊണ്ടാ? 10 പേരില്ലാഞ്ഞുകൊണ്ട്. അതാ അവിടെ കൊടുത്ത സന്ദേശം. അതുകൊണ്ട് ബോംബെ പഠനം കത്താൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ ഒത്തിരി അശുദ്ധികൾ നടക്കുന്ന സ്ഥലമാണ്. കോടിക്കണക്കിന് പേര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. എല്ലാ അശുദ്ധിയും ഉള്ള സ്ഥലമാണ്. അപ്പൊ അവരെ കണ്ടിട്ട് അവിടെ കത്തിച്ച് പോകാതിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഒത്തിരി പേര് അവിടെ ഇല്ലേ? അവർ രക്ഷപ്പെടണോ? അപ്പൊ നീനവേക്കാരെ രക്ഷിച്ചതുപോലെ സ്വതം ഗൊമോറയെ രക്ഷിക്കാൻ ഒക്കാതെ പോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിലിരിക്കണം. അങ്ങനെ നമുക്ക് ഒരു നിയോഗം കിട്ടുമ്പോൾ ബോംബെ പഠനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങളും കരയരുതോ?
ഇവിടെ ഇരുന്നുകൊണ്ട് കരയാം. അവിടുത്തെ അനുഗ്രഹത്തിന് കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഇടവകയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. കർത്താവെ, ഞങ്ങളുടെ ഇടവക നശിക്കാതിരിക്കാൻ വേണ്ടി ആ 10 പേരുടെ കൂട്ടത്തിൽ ഞങ്ങളിവിടെ പെടുത്തണം. ബോംബെ പട്ടണക്കാർ നശിക്കാതിരിക്കാൻ ആ 10 പേരുടെ കൂട്ടത്തിൽ ബോംബെ പട്ടണത്തിലെ ആ പള്ളിക്കാരുകൂടി ആകാൻ ആഗ്രഹിച്ച് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ മുഖാന്തരം ഈ പട്ടണം നശിക്കരുത്, ഞങ്ങൾ മുഖാന്തരം അത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ക്രെഡിറ്റ് വാങ്ങിക്കാൻ അവരാഗ്രഹിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കാമെങ്കിൽ ആത്മാവിൽ നമുക്ക് അനുഗ്രഹങ്ങൾ പങ്കിടാൻ സാധിക്കും. എന്ന് കുർബാനയിൽ സംബന്ധിക്കാനൊക്കാത്തവർക്ക് ആത്മാവിൽ കുർബാന കൊണ്ട് കൊടുക്കാൻ സാധിക്കും. സങ്കേതഭവനത്തിൽ അങ്ങനെ ഒരു ശുശ്രൂഷയോടെ ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, പർദീസായിൽ നമുക്ക് ജ്യോതി എന്ന് പറഞ്ഞ ഒരു ദേവാലയമുണ്ട്. അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുർബാന ഇല്ലാത്തപ്പോൾ അവിടെ കുർബാനയുണ്ട്. അവിടെ നിന്ന് എല്ലാ കുർബാന കൊണ്ട് കൊടുക്കുന്നുമുണ്ട്. കുർബാനയ്ക്ക് വരാനൊക്കാത്തവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് കാണുന്നവരുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇവിടെ വരാനത്തില്ലെങ്കിൽ നിങ്ങൾ കുർബാന നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരുന്നുണ്ട്. നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ അത് കൊണ്ടു കൊടുക്കാം. ഇങ്ങനെ ഒരു സ്ഥലകാല പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷയാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് മുമ്പ് വരുന്നവരെല്ലാം ഒരുക്കാൻ സന്ദർശിക്കാനും കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കാതെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള വരുന്ന ആഴ്ചകളിലെ ശനി ഞായർ കുർബാനകൾ മുടക്കരുത്. തിങ്കൾ ബുധൻ വ്യാഴം ശനി ദിവസങ്ങളിലെ പരിപാടി മുടക്കാതെ ഇടവപ്പള്ളിയിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ വേലയും ചെയ്ത് വേറെ തയ്ക്കാൻ കിട്ടുന്ന അവസരം തക്കത് ഉപയോഗിക്കുന്ന നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ഇവിടെ സമാപിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന്. ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ പട്ടണത്തെയും ഞങ്ങളുടെ ഇടവകയും രക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ, നീനുവേ പട്ടണം നാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവരുടെ കരച്ചിൽ ഉപവാസവും ഉതകിയതുപോലെ ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇടവകയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെയും രക്ഷിക്കുവാൻ, തോമാസ്ലിഹായുടെ കണ്ണുനീരൊപ്പുവാൻ ഞങ്ങൾ ഈ വർഷത്തെ നോമ്പ് ഉപവാസവും പ്രാർത്ഥനയും മുഖാന്തരമാക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റവനായിട്ട് തന്നെ.